ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ജർമ്മനിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഒന്നായ ഹോഷൂളെ അൻഹാൾട്ട് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹോഷൂളെ അൻഹാൾട്ട് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് യൂണിവേഴ്സിറ്റീസും അടുത്തടുത്തുള്ള സിറ്റീസിലാണ്: ക്യോത്തൻ, ദേസാവു ആൻഡ് ബേൺബർഗ്. അതിൽ ക്യോത്തനിലുള്ള ഹോഷൂളെ അൻഹാൾട്ടിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ വീഡിയോ. വീഡിയോയിൽ കണ്ട പോലെ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വളരെയധികം കോഴ്സസ് ഉള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരു അടിപൊളി യൂണിവേഴ്സിറ്റി ആണ് ഹോഷൂളെ അൻഹാൾട്ട്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ഓഫ് ജർമ്മനിയിലെ സാക്സണി അൻഹാൾട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഹോഷൂളെ കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റിയാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഹോഷൂളെ കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റി. ഹോഷൂളെ എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞ വീഡിയോയിൽ നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അത് കാണാത്തവർ അത് ഉറപ്പായിട്ടും കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോഷൂളെ അൻഹാൾട്ട് എന്ന് പറയുന്നത് ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. മോർ ദാൻ 2000 ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. ദേ ഹാവ് 33 ബാച്ചിലർ പ്രോഗ്രാംസ് ആൻഡ് 40 മാസ്റ്റർ പ്രോഗ്രാംസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കോഴ്സസും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. ഇനി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഇവർ ഓഫർ ചെയ്യുന്ന ഏറ്റവും മെയിൻ കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, രണ്ടാമത് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ ഇത് കൂടാതെ ഫോട്ടോവോൾട്ടായിക്സ് എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് മോളിക്കുലർ ബയോടെക്നോളജിയും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഴ്സുകളിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അതുപോലെ തന്നെ ക്രോസ് ബോർഡേഴ്സിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഉറപ്പായിട്ടും അതിൽ നമ്മൾ കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും നിങ്ങൾക്ക് ആൻസേഴ്സ് തരുന്നതായിരിക്കും. ഇനി ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരു അടിപൊളി യൂണിവേഴ്സിറ്റിയാണ് ക്യോത്തനിലെ ഹോഷൂളെ അൻഹാൾട്ട്. സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റീൻ്റെ അകത്ത് തന്നെ ജിം, ഡാൻസ്, മ്യൂസിക്, സ്പോർട്സ് അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സ്റ്റുഡൻറ്റ് ലോഞ്ച് ഉണ്ട്. അതായത് സ്റ്റുഡൻസിന് യുണൈറ്റ് ആയിട്ട് ഒരുമിച്ചിരുന്ന് പഠിക്കാനോ ടൈം സ്പെൻഡ് ചെയ്യാനോ ബ്രൗസ് ചെയ്യാനോ ഒക്കെ ഉള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു അടിപൊളി സ്പേസ് ആണത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തൊരു ഡൗട്ട് നമുക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോമഡേഷനാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കോമഡേഷൻ എങ്ങനെയായിരിക്കും എന്ന്. അപ്പോൾ നാട്ടിലെ ഹോസ്റ്റൽ പോലെ തന്നെ നമുക്കിവിടെ ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി ഉണ്ട്. അതാണ് സ്റ്റുഡൻറ്റ് ഇൻ വർക്ക് എന്ന് പറയും. നമ്മുടെ ഹോസ്റ്റൽ പോലെ തന്നെയാണ് യൂണിവേഴ്സിറ്റിൻ്റെ അകത്തോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്തോ ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റിയാണ്. ക്യോത്തനിൽ നമുക്കത് യൂണിവേഴ്സിറ്റിയുടെ അകത്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഹോസ്റ്റൽ ഉള്ളത് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഇൻ വർക്ക് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻഡിവിജ്വൽ റൂംസ് ആയിരിക്കും വിത്ത് കിച്ചൺ ആൻഡ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. പക്ഷെ ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ നേരത്തെ, അതായത് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നതിന് ഒരു 3 months മുമ്പെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്താലാണ് കിട്ടാനുള്ള ചാൻസസ് ഉള്ളൂ.
കാരണം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഒരുപാട് കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഇവിടെ വരുന്നുണ്ടാവും. പിന്നെ ഓൾറെഡി അവിടെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർ ലീവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു അവൈലബിലിറ്റി അനുസരിച്ചാണ് നമുക്ക് റൂംസ് അവൈലബിൾ ആവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു 3 months മുമ്പെങ്കിലും അപ്ലൈ ചെയ്താലാണ് നിങ്ങൾക്കത് കിട്ടാനുള്ള ചാൻസസ് ഉള്ളൂ. ഇനി ഇതല്ലാതെ നമുക്കിപ്പോൾ പാർട്ട് ടൈം ജോബ്സും കൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ മിക്കവരും വരിക. അപ്പോൾ നമ്മൾ ഒരു പാർട്ട് ടൈം ജോബ് ഓറിയൻറ്റഡ് ആയിട്ടും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യോത്തൻ്റെ തൊട്ടടുത്തുള്ള സിറ്റീസ് എന്ന് പറയുമ്പോൾ ഹല്ലയും ലൈഫ് ഷിഷു ആണ്. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിറ്റീസിൽ ഒരു ഷെയർഡ് അക്കോമഡേഷൻ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അടുത്തുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസ്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ലിവിങ് കോസ്റ്റ് ഈ ഒരു ജർമ്മനിയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലേസിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഉള്ള നിങ്ങളുടെ ലിവിങ് കോസ്റ്റിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതാണ്, ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സസോ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചോ കൂടുതലായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടു കമൻറ്റ്. അപ്പോൾ see you in the next video. Bye bye.